രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ബിഗ് ബോസിനെ ഒരു സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വില്ലനാര്, നായകനാര്, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആര് എന്നാണ് മത്സരാർത്ഥികൾക്ക് കൊടുത്ത ടാസ്ക്. അപ്പോൾ അതിനകത്ത് പലരും പലരുടെയും പേര് പറഞ്ഞു. നായകനായിട്ട് അനുമോളെയും അനീഷിനെയൊക്കെ പലരും പറഞ്ഞു. അതുപോലെ വില്ലന്മാരായിട്ട് അക്ബറിനെയും നെവിനെയൊക്കെയാണ് പലരും പറഞ്ഞത്. സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ആദിലെയും ഫാബുമോനെയൊക്കെയാണ്. അങ്ങനെ എനിക്ക് തോന്നി അവരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് അവർ പറഞ്ഞത് നായകനായിട്ട്. വില്ലനായിട്ട് അവർക്ക് എതിർപ്പുള്ള ആൾക്കാരുടെ പേരും പറഞ്ഞു. പക്ഷേ ലക്ഷ്മി പറഞ്ഞത് എനിക്ക് ഇച്ചിരി കണ്ടൻറ്റ് ഉള്ളതായിട്ട് തോന്നി. കാരണം ഗൗരവതരമായൊരു വിഷയമാണ് ലക്ഷ്മി പറഞ്ഞത്. ലക്ഷ്മി പറഞ്ഞത് അനീഷിനെയാണ് നായകനായിട്ട് തിരഞ്ഞെടുത്തത്. അതിന് ലക്ഷ്മി പറഞ്ഞൊരു കാര്യം, അനീഷ് ഒരു കാര്യം പലതവണ ആവർത്തിക്കുന്നത് ലക്ഷ്മിക്ക് തോന്നിയത് അത് അനീഷിൻ്റെ ശബ്ദം ചെറുതാണ്, അത് മറ്റുള്ളവരിലേക്ക് എത്താനാണ് പലതവണ ആവർത്തിക്കുന്നത് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്, മറ്റുള്ളവർ ശ്രദ്ധ നേടാൻ വേണ്ടി. അതുപോലെ അനീഷിനൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അനീഷ് ക്ഷമ ചോദിക്കും, അതുപോലെ അത് ഉൾക്കൊള്ളും, അത് കേൾക്കാനുള്ളൊരു താല്പര്യം അനീഷ് പ്രകടിപ്പിക്കും. അതുപോലെ അനീഷിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് അനീഷിനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കൂടെ കയറി അറ്റാക്ക് ചെയ്ത് അത് വലിയ പ്രശ്നമാക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ അനീഷിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരും ശ്രമിക്കാറില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ നായകനായിട്ട് കണ്ടത് അനീഷിനെ തന്നെയാണ്. മറ്റൊരു വില്ലനായിട്ട് കണ്ടത് ഷാനവാഫിനെയാണ്. അനീഷിൻ്റെ കൂടെ നടന്ന് അനീഷിനെ ചതിച്ച ആളാണ് ഷാനവാഫ്. ഫ്രണ്ട്സ് എന്ന നിലയിൽ അനീഷ് ആരെയുമായിട്ട് കൂട്ടില്ലായിരുന്നു. പക്ഷേ ഷാനവാഫ് കൂടി അനീഷിനെ ചതിച്ചു. ഇനിയൊരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ അനീഷ് ഒരുപക്ഷെ ശ്രമിക്കാറില്ല എന്നും പറയുന്നുണ്ട്. ആദിലയായിട്ടാണ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് തിരഞ്ഞെടുത്തത്. ആദിലയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നും രശ്മി പറയുന്നുണ്ട്.